നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നതിനിടെ എക്സോസ് ഫാനിന്റെ ദ്വാരത്തിൽ കുടുങ്ങിയ കള്ളൻ വേദന സഹിച്ചത് മണിക്കൂറുകളോളമാണ്. രാജസ്ഥാനിലെ കോട്ടയിലെ പ്രതാപ് നഗറിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. വീട്ടുടമസ്ഥനായ സുഭാഷ് കുമാർ റാവത്ത് ഭാര്യയോടൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോയതായിരുന്നു. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ ഇവർ ഒരാൾ വീടിന്റെ ചുമരിലെ എക്സോസ് ഫാനിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നു. പേടിച്ച് നിലവിളിച്ച അവർ സംയമനം വീണ്ടെടുക്കുകയും അയാൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. വീടിനുള്ളിൽ തലയും കൈകളും തൂങ്ങിയും കാലുകൾ പുറത്തുമായാണ് നിലത്തുനിന്ന് 10 അടി ഉയരത്തിൽ ഇയാൾ തൂങ്ങിക്കിടക്കുന്നത്. താൻ കള്ളനാണെന്ന് അയാൾ വീട്ടുകാരോട് പറഞ്ഞു. പിടിക്കപ്പെട്ടപ്പോൾ കള്ളൻ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. തന്റെ കൂട്ടാളികളിൽ ചിലർ സമീപത്തുണ്ടെന്ന് കള്ളൻ ദമ്പതികളോട് പറഞ്ഞു. തന്നെ വിട്ടയച്ചില്ലെങ്കിൽ ദോഷം സംഭവിക്കുമെന്നും കള്ളൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഉടമസ്ഥർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പിന്നാലെ പോലീസ് എത്തുകയും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കള്ളനെ പുറത്തെടുക്കുകയും ചെയ്തു. പുറത്തെടുക്കുന്നതിനിടെ വേദന കൊണ്ട് കള്ളൻ നിലവിളിക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ ഇടത്തപ്പോൾ വൈറലാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മോഷണത്തിനായി ഒരു സംഘം തന്നെ എത്തിയിരുന്നെന്നും ഇയാൾ കുടുങ്ങിയതിനെ തുടർന്ന് കൂട്ടാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും പോലീസ് അറിയിച്ചു. മോഷണ സംഘം സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാറിൽ പോലീസ് സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടെന്നും സംഘം എങ്ങനെയാണ് ഇത് വാങ്ങിയതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. എന്തായാലും ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ കള്ളന്റെ അമളി കണ്ടുകഴിഞ്ഞിരിക്കുന്നത്.